ചെലവ് കൊടുക്കൽ നിർബന്ധമാണ്. ബാപ്പക്ക് ഉമ്മക്ക് മക്കള് ചെലവ് കൊടുക്കണം. ബാപ്പയും ഉമ്മയും തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണെങ്കിലും നമുക്കൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യത നമ്മൾ നിർവഹിക്കണം. ഇപ്പോൾ തൊഴിലൊന്നും പോകാതെ അവർ ഇബാദത്തൊക്കെ ആയിട്ട് വീട്ടിൽ എങ്ങനെ നമ്മളെ മക്കളൊക്കെ നോക്കി ശുശ്രൂഷിച്ച് കഴിയാണ്. അവർക്കുള്ള ചെലവ് കൊടുക്കണം. ആരാ കൊടുക്കേണ്ടത്? എല്ലാ മക്കളും അതിൽ ബാധ്യസ്ഥ. 10 മക്കളുണ്ട് ഒരു വാപ്പക്ക്, 5 ആൺമക്കളും 5 പെൺമക്കളും. പെൺമക്കൾ നമ്മളെ നാട്ടിൽ പൊതുവെ തൊഴിലൊന്നും പോകാത്തുള്ളവർ പോലെ വേറെ ഷോയിലാണ്. ഈ 5 ആൺമക്കൾക്കും ബാധ്യത. ബാപ്പക്ക് ചെലവ് കൊടുക്കണം, ഉമ്മക്ക് ചെലവ് കൊടുക്കണം. ചെറിയ മകന്റെ പെരടിയിലേക്ക് മാത്രം വരുന്ന ഒരു ബാധ്യതയല്ലാതെ ബാപ്പക്ക് ട്രീറ്റ്മെന്റ് വന്നാൽ 5 മക്കളും കൂടി പണം ചെലവഴിച്ച് സഹകരിക്കണം. ബാപ്പക്കും ഉമ്മക്കുള്ള ചെലവിലേക്ക് എല്ലാവരും കൂടി ഒത്താശ ചെയ്യണം. തറവാട്ടിൽ പാർക്കുന്ന മകന്റെ മാത്രം ഒരു ബാധ്യതയല്ല. അങ്ങനെ ഒരു വകുപ്പ് ഇസ്ലാമിലില്ല. ബാപ്പയും ഉമ്മയും ജീവിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ട് അവിടെയാ തെരഞ്ഞെടുത്ത് എന്ന് കരുതിയിട്ട് മറ്റുള്ളവർക്ക് ബാധ്യത വരൂലെന്നില്ല. മകൻ ആണ് ചെലവ് കൊടുക്കുന്നത്, ആ ചെലവിൽ അങ്ങനെ നീങ്ങി പോകുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചെലവ് വ്യത്യസ്ത രൂപത്തിൽ വേറെ വരുമ്പോ എല്ലാവരും കൂടി സഹകരിച്ച് കൊടുക്കേണ്ടതുണ്ട്. ആ ബാപ്പ മരണപ്പെട്ടപ്പോ ബാപ്പക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ട്, ജീവിതകാലത്ത് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ട്. സ്വത്ത് ഓഹരി വെക്കുമ്പോ ഹജ്ജിനുള്ള വിഹിതം മാറ്റിവെക്കണേ. ഒന്നെങ്കിൽ മക്കളെ കൂട്ടത്തിൽ ഒരാള് ആ വിഹിതം എടുത്ത് ഹജ്ജിന് പോകണം, അല്ലെങ്കിൽ ഹജ്ജിന് പോയ ഒരാളെ കൊണ്ട് ആ വിഹിതം കൊടുത്ത് ഹജ്ജ് ചെയ്യിപ്പിക്കണം. ബാപ്പക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ട്, ഉമ്മക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ട്. ചെയ്യാൻ അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ പുരോഗതിക്ക് വേണ്ടി പിന്നീട് ആകാന്ന് കരുതിയിട്ട് അവരെങ്ങനെ ആശ്വസിപ്പിച്ചു നിന്നതാണ്. പെട്ടെന്നല്ലേ മരണം വന്നു പോയത്. നിർബന്ധമായ ഹജ്ജ് വീട്ടിയേക്കണം. അതിനുള്ള സമ്പത്ത് ഈ ഓഹരിയിൽ നിന്ന് എടുത്തേക്കണം. ബാപ്പ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണോ? ബാധ്യതയുണ്ട്. ബാപ്പക്ക് അതിന് സക്കാത്ത് കൊടുക്കേണ്ട ചുമതലയുണ്ട്. ആ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? ഉമ്മ പറഞ്ഞു കൊടുത്തതായ ഓർമ്മയുമില്ല. കണക്ക് കൂട്ടി നോക്കുമ്പോ 25 കൊല്ലത്തതുണ്ട്. വിഹിതം മാറ്റി വെച്ച് സക്കാത്ത് കൊടുക്കണേ. ബാപ്പ നോമ്പ് പിടിക്കാത്തതിന്റെ പേരില് മുദ്ദ് കൊടുക്കൽ ബാധ്യസ്ഥരായ കുറെ മുദ്ദുകള് ബാപ്പക്കുണ്ട്. ആ മുദ്ദ് കൊടുക്കലും നിർബന്ധമാ. അതൊക്കെ പെട്ടെന്ന് കൊടുത്ത് വീട്ടേണ്ടതാ. അങ്ങനെ കൂട്ടി നോക്കുമ്പോ ഇനി നമ്മക്കെന്താ ഉള്ളത് എന്ന് ചിന്തിക്കരുത്. ബാപ്പ രക്ഷപ്പെടട്ടെ, ബാപ്പാന്റെ ഉമ്മാന്റെ ആഖിറം സലാമത്താകട്ടെ എന്ന് ചിന്തിച്ച് കൊടുക്കേണ്ട ചെലവുകൾ കൊടുക്കണം. അപ്പൊ സഹോദരങ്ങളെ, അല്ല